നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. ആകെ 2118 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 1252 സ്ഥാനാർത്ഥികൾ ഇതിനകം പത്രിക നൽകി കഴിഞ്ഞു. പല മണ്ഡലങ്ങളിലും പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്ക് അപരന്മാർ കാര്യമായി ഉണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളൊന്ന്. വ്യാഴാഴ്ച വൈകിട്ട് 3 വരെയാണ് പത്രിക പിൻവലിക്കാൻ കഴിയുക. ഇതോടുകൂടി സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. സാരംഗ് സുധാകരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സാരംഗ്, ഈ അപരന്മാരുടെ ഭീഷണി പ്രധാനമാണ്. 2238 പത്രികകളെന്ന് പറയുമ്പോൾ ഡമ്മി സ്ഥാനാർത്ഥികളുണ്ട്. ഒരു സ്ഥാനാർത്ഥി തന്നെ സമർപ്പിച്ച നിരവധി പത്രികകളുണ്ട്. ഇതൊക്കെ പിൻവലിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ എണ്ണം കുറയും. ഒപ്പം 1252 സ്ഥാനാർത്ഥികൾ എന്നുള്ളതിലും വലിയ വ്യത്യാസമുണ്ടാകും. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ നിയമപരമായ ഈ പറഞ്ഞ പോലെ നടപടികൾ? രഞ്ജിത്ത്, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും നേരിട്ടൊരു പ്രശ്നം, മുന്നണിയിൽ നേരിട്ടൊരു പ്രശ്നം എന്ന് വെച്ചാൽ വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ പത്രിക സമർപ്പണത്തിനും പ്രചാരണത്തിനും അടക്കം, അതായത് ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വളരെ കുറച്ച് സമയവും മാത്രമാണ് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായിട്ട് ഇത് സമർപ്പിക്കാൻ കഴിഞ്ഞോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നാണ് സൂക്ഷ്മ പരിശോധന നടക്കുക. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇനിയാണ് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയം. കാരണം സമർപ്പിച്ച രേഖകളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ ചെറിയ പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ പത്രിക തള്ളാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല, രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഡമ്മി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ്, തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ സ്വാഭാവികമായി കാണുന്ന അപരന്മാരും നിരവധിയുണ്ട്. അവർ പത്രിക പിൻവലിക്കുമോ അല്ലെങ്കിൽ അവരുടെ പത്രിക തള്ളിക്കളയുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇത് തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട ഇനി കൂടുതൽ പ്രചാരണത്തിലേക്ക് മുന്നണികൾ കടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പത്രികയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും അല്ലെങ്കിൽ വിശദാംശങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റും അത് പരിശോധിക്കുന്ന ഒരു സമയമാണ് ഇനി. കൃത്യമായി പറയുകയാണെങ്കിൽ 14 ദിവസമാണ് ഇനി പ്രചാരണത്തിന് മുന്നണികൾക്ക് ലഭിക്കുക. ഇന്നടക്കം നോക്കുകയാണെങ്കിൽ 15 ദിവസം മാത്രമായിരിക്കും ലഭിക്കുക. ആ ദിവസത്തിനുള്ളിൽ വലിയ മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിലെ എല്ലാ ജനവിഭാഗങ്ങളിലേക്ക് എത്തുക എന്നൊരു വലിയ പ്രതിസന്ധിയും കൂടി മുന്നണികൾക്ക് മുൻപിൽ നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നാമനിർദ്ദേശ പത്രികയുടെ ഒരു ഘട്ടം മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 3 മണിയോടുകൂടിയാണ്, കഴിഞ്ഞ ദിവസം തന്നെ കളക്ടറേറ്റിലും മറ്റും തിരുവനന്തപുരം ജില്ലയുടെ കണക്ക് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച പത്രികകൾ തന്നെ വളരെ അധികമാണ്. കാരണം ഈ ഒരു പത്രിക തയ്യാറാക്കുന്നത് കോൺഗ്രസിലെ സ്ഥിതിവിശേഷവും നമുക്ക് കൃത്യമായി അറിയുന്നതാണ്. കാരണം പട്ടിക വരാൻ തന്നെ വളരെ വൈകി. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കാനും അതുമായി ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കാനും കാലതാമസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലും വലിയ തിരക്കുണ്ടായിരുന്നു. VD സതീശനടക്കം കഴിഞ്ഞ ദിവസമാണ് പത്രിക സമർപ്പണം നടത്തിയത്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം തന്നെ അപരന്മാരുമുണ്ട് എന്നത് പ്രത്യേകതയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പത്രികകൾ സമർപ്പിച്ചത് കൊടുവള്ളി മണ്ഡലത്തിലാണ്. 18 പത്രികകളാണ് അവിടെ സമർപ്പിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങൾ പൂർണ്ണമായും ജനങ്ങളിലേക്ക് ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കാനുള്ള കൺവെൻഷനുകളും മറ്റും നടത്തുവാനായിരിക്കും ഇനി മുന്നണികൾ പ്രധാനമായും ലക്ഷ്യം വെക്കുക. അതിനൊപ്പം തന്നെ അപരന്മാരുടെ ശല്യം എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമെന്നതും വരും ദിവസങ്ങളിൽ 26-ാം തീയതി വരെയാണ്. 26-ാം തീയതിക്കുള്ളിലാണ് പത്രിക പിൻവലിക്കാനുള്ള സമയപരിധിയും ഉള്ളത്. വരും ദിവസങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ച 14 ദിവസം കൊണ്ട് മണ്ഡലങ്ങൾ പൂർണ്ണമായും ഓടിയെത്താനുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ മുന്നണികൾ. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും പത്രികകൾ വ്യാഴാഴ്ചയോടുകൂടി അന്തിമ ചിത്രം വരും. അപരന്മാർ എത്ര പേർ മത്സരരംഗത്തുണ്ടാകും, ഡമ്മി സ്ഥാനാർത്ഥികളായി പത്രിക കൊടുത്തവരുണ്ട്, അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒപ്പം എത്ര സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളും, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിന് വ്യാഴാഴ്ച വരെ കാത്തിരിക്കുകയും വേണം. പക്ഷേ കളം മുറുകി സ്ഥാനാർത്ഥികളൊക്കെ ഇപ്പോൾ മണ്ഡലങ്ങളിൽ തീവ്ര പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യവും നമുക്ക് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.